ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ജസ്റ്റ് തിങ്ക് ചെയ്തപ്പോൾ ആലോചിച്ചത് മസാല ഫ്രഞ്ച് ടോസ്റ്റ്. സോ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയ്ക്ക് പോവാം. സോ അതിനായിട്ട് ചെറിയൊരു സവാള എടുക്കുക, എന്നിട്ട് അത് കുഞ്ഞു 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 കുഞ്ഞായി നമുക്ക് അരിയണം. സോ അതൊന്ന് അരിഞ്ഞ് വേഗം നമുക്ക് വരാം. അതെല്ലാം ഒന്ന് അരിഞ്ഞിട്ട് ഒരു ചെറിയ പച്ചമുളക് എടുത്ത് അത് കുഞ്ഞുഞ്ഞാന്ന് അരിയാം. പിന്നെ കുറച്ച് മല്ലിൻ്റെ ഇല അതും കുഞ്ഞുഞ്ഞാന്ന് അരിഞ്ഞെടുക്കാം. അതെല്ലാം നമുക്കത് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ അതെല്ലാം മാറ്റിയ ശേഷം ഒരു മൂന്ന് മുട്ട നമുക്കിപ്പോൾ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. 2 മുട്ട 3 മുട്ട അതനുസരിച്ച് എടുക്കാം. എന്നിട്ട് അതിൽ കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ ടർമറിക്, പിന്നെ കുറച്ച് ഗരം മസാല, എല്ലാം കുറച്ച് ഒരു 1/4 ടീസ്പൂൺ. പിന്നെ നല്ലോണം അടിച്ചെടുക്കുക, നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ആ മസാല എല്ലാം അതിൽ ഫുള്ളും മിക്സ് ആണ് വരെ അടിച്ചെടുക്കുക. സോ ആരെങ്കിലും വീഡിയോ ഫസ്റ്റ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ. സോ ഇതെല്ലാം നല്ലോണം അടിച്ചതിന് ശേഷം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പിന്നെ ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ, വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ ഏത് വേണമെങ്കിൽ ഒഴിക്കാം. എന്നിട്ട് നമ്മൾ അടിച്ചു വെച്ച മുട്ട ബാറ്റർ ഡയറക്റ്റ് ഇതിലോട്ട് ഒഴിക്കാം. എന്നിട്ട് കുറച്ച് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ബ്രെഡ് എടുക്കാം. ബ്രെഡ് ഞാൻ വെറുതെ ഡിസൈന് വേണ്ടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നോർമലാണെങ്കിൽ ജസ്റ്റ് അതിൽ തന്നെ വയ്ക്കാം. ഒരു 4 ബ്രെഡ് ഇങ്ങനെ വയ്ക്കാം. ഡിസൈൻ കുറച്ച് മോശമെന്ന് വിചാരിക്കുന്നു, അടുത്തില്ല നമുക്ക് ശരിയാക്കാം. എന്നിട്ട് കുറച്ച് ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 2-3 മിനിറ്റ് ഇരിക്കട്ടെ. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ബട്ടർ ഓർ ഗീ നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. അത് നല്ലൊരു ടേസ്റ്റ് കിട്ടും അതിന്. സോ അത് ജസ്റ്റ് ഒന്ന് മേലെ പുരട്ടി കൊടുത്തിട്ട് നമുക്കത് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് സീസണിങ് ഇത് നമുക്ക് ഇപ്പോൾ ചേർക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അവസാനം എല്ലാം പ്രിപ്പയർ ആയി കഴിഞ്ഞ ശേഷം നമുക്ക് ചേർക്കാം. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ചിടുക. എന്നിട്ട് ആ സൈഡും കുറച്ച് ബോയിലായിട്ട് ഫ്രൈ ആവണ വരെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ഹെൽത്തി മസാല ഫ്രഞ്ച് ടോസ്റ്റ് ഈസ് റെഡി. സോ നമുക്കിത് പ്ലേറ്റിൽ വെച്ച് സെർവ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.